ഹായ് ഡിയേഴ്സ്, ഞാൻ സൗമ്യ. എൻ്റെ ഏദൻ തോട്ടത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒത്തിരി നാളായല്ലേ ഒരു വീഡിയോ ചെയ്തിട്ട്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഒരുപാട് പേര് പേഴ്സണലി വീഡിയോ കാണാനില്ലല്ലോ എന്ന് ചോദിച്ച് വന്നിരുന്നു. ഞാൻ ഓർക്കുന്നു, എല്ലാവരും അവരുടെ പ്രാർത്ഥനയിലൊക്കെ നമ്മളെ ഓർക്കുന്നതിൽ ഒരുപാട് സന്തോഷം, സ്നേഹം. ഒരാഴ്ചയ്ക്ക് മുന്നേ ഇൻസ്റ്റഗ്രാമിൽ 10 ലക്ഷത്തിലധികം പേര് കണ്ട് ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കേരളത്തിൽ ഒരുവിധപ്പെട്ട എല്ലാവരും തന്നെ ഗാർഡനർ ബ്രോ ഹാരിസിനെ കുറിച്ച് അറിയുന്നവരായിരിക്കും. നല്ലൊരു യൂട്യൂബറാണ്, പ്രകൃതി സ്നേഹിയാണ്, ചെടികളെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഹാരിസാണ് ഞാൻ അയച്ചു കൊടുത്ത ആ പ്ലാന്റിൻ്റെ വീഡിയോ അന്ന് ചെയ്ത് എൻ്റെ ഇൻസ്റ്റഗ്രാമുമായി കൊളാബ് ചെയ്തിരുന്നത്. നിങ്ങളെല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ബൊഹീനിയ കൊക്കിനിയയുടെ സ്വദേശം സതേൺ ഏഷ്യയാണ്. ഈ ചെടി പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. സ്കാർലറ്റ് ബൊഹീനിയ എന്നും അതുപോലെ തന്നെ റെഡ് ട്രെയിലിംഗ് വൈൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ഫാബേസിയ ഫാമിലിയിലാണ് ബൊഹീനിയ ഉൾപ്പെടുന്നത്. സാധാരണയായി മന്ദാരം വെറൈറ്റീസാണ് ബൊഹീനിയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമുക്കറിയാം, മന്ദാരം വെറൈറ്റീസ് എല്ലാം തന്നെ ബുഷി പ്ലാന്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ചെറിയ തണൽ മരം പോലെ വളർത്താൻ പറ്റുന്ന തരത്തിലുള്ള പ്ലാന്റ്സ് ആണ്. എന്നാൽ ഈ ബൊഹീനിയ വെറൈറ്റി ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്, വള്ളിച്ചെടിയായിട്ടാണ് വളർന്നു വരുന്നത്. വേണമെങ്കിൽ നമുക്ക് പ്രൂൺ ചെയ്ത് കുറ്റിച്ചെടിയായിട്ട് വളർത്താവുന്നതേ ഉള്ളൂ. ഈ ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ പൂക്കൾ തന്നെയാണ്. മഞ്ഞയും ബ്രിക്ക് റെഡും കലർന്ന പൂക്കളാണ് ബൊഹീനിയയ്ക്കുള്ളത്. ആദ്യം മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ വിടർന്ന ശേഷമാണ് ആ നിറം ബ്രിക്ക് റെഡിലേക്ക് മാറുന്നത്. ഈ മതിലിനടുത്തായി 6 പ്ലാന്റ്സ് ആണ് ഞാൻ നട്ടിരിക്കുന്നത്. 5 വർഷം കൊണ്ടുള്ള വളർച്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇൻസ്റ്റഗ്രാമിലെ ആ വീഡിയോ കണ്ടിട്ട് പലരും സംശയം ചോദിച്ചത് ഈ പ്ലാന്റ്സ് 2 എണ്ണമാണോ എന്നാണ്. എന്ന് വെച്ചാൽ ബൊഹീനിയ ഒരു പ്ലാന്റ് ആണോ അതോ കൊക്കിനിയ ഒരു പ്ലാന്റ് ആണോ, അങ്ങനെ 2 പ്ലാന്റ്സ് ആണോ, 2 കളേഴ്സ് കാണുന്നുണ്ടല്ലോ എന്നാണ് അവർ ചോദിക്കുന്നത്. എന്നാൽ ഇത് ഒരു പ്ലാന്റ് തന്നെയാണ്. ഒരു പ്ലാന്റിൽ 2 നിറത്തിലുള്ള പൂക്കൾ കാണുന്നു എന്ന് മാത്രം. ഈ പ്ലാന്റ് എനിക്ക് അടുത്ത് നിന്നൊരു ഗാർഡനിൽ നിന്നാണ് കിട്ടിയത്. അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ബൊഹീനിയ കൊക്കിനിയ. അടുത്തതായി ഈ പ്ലാന്റ് നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്, ഈ ചെടി നമ്മൾ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് ഇരിക്കുന്ന പോട്ടോ അല്ലെങ്കിൽ കവറോ പോളി ബാഗോ ആണെങ്കിൽ അത് ജസ്റ്റ് മാറ്റിയതിന് ശേഷം ആ പോട്ടിംഗ് മിക്സോടുകൂടി തന്നെ നമ്മൾ നടേണ്ടതാണ്. അങ്ങനെ പറയാൻ കാരണം ഈ പ്ലാന്റ് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ചെടിയാണ്. തലമുടിയുടെ കനം മാത്രമുള്ള വേരുകളാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത. കറുത്ത നിറത്തിലുള്ള വേരുകളാണ് ഇവയ്ക്കുള്ളത്. ഈ ചെടി മാറ്റി നടുമ്പോൾ മണ്ണിൽ നിന്ന് വേര് അനക്കം തട്ടിയാൽ ചെടി പൂർണ്ണമായും നശിച്ചു പോകും. വളരെ ചെറിയ ചെടികൾ ഒരിക്കലും ഡയറക്റ്റ് സൺലൈറ്റ് ഉള്ള സ്ഥലത്തേക്ക് മാറ്റി നടരുത്. ഷെയ്ഡ് ഏരിയയിൽ വലിയ പോട്ടിലോ അല്ലെങ്കിൽ ഷെയ്ഡ് ഏരിയയിൽ സ്ഥലമുണ്ടെങ്കിൽ തറയിൽ തന്നെ ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന വിധത്തിൽ നമുക്ക് നടാവുന്നതാണ്. അടിവളമായി ഉണക്ക കരിയിലകൾ ഇട്ട ശേഷം സാധാരണ ഗാർഡൻ സോയിലും മണലും കമ്പോസ്റ്റോ അല്ലെങ്കിൽ ഉണക്ക ചാണകമോ ചേർത്ത് നമുക്ക് നടാം. നല്ല വെള്ളം നനവ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ബൊഹീനിയ കൊക്കിനിയ. വേനൽക്കാലത്ത് 2 സമയത്ത് നമ്മൾ വെള്ളം കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട് ഈ ചെടിക്ക്. ഈ നട്ടിരിക്കുന്ന ചെടികൾ 6 എണ്ണവും 1 വർഷത്തോളം വലിയ പോട്ടുകളിലായിരുന്നു ഞാൻ സെറ്റ് ചെയ്തിരുന്നത്. പൂത്ത ശേഷമാണ് ഞാൻ ഡയറക്റ്റ് സൺലൈറ്റ് ഉള്ള സ്ഥലത്തേക്ക് മാറ്റി നട്ടത്. നട്ടതിന് ശേഷം വലിയ പ്രശ്നമില്ല, പക്ഷേ ചെറിയ ചെടികൾ ഒരിക്കലും ഡയറക്റ്റ് സൺലൈറ്റിൽ നടരുത്. മാസത്തിൽ 1 വട്ടം ഓർഗാനിക് ഫെർട്ടിലൈസറോ അല്ലെങ്കിൽ കെമിക്കൽ ഫെർട്ടിലൈസറോ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ചെടിയുടെ വളർച്ചയ്ക്കും പെട്ടെന്ന് പൂക്കൾ ഉണ്ടാകുന്നതിനും ഇത് സഹായിക്കും.
ബൊഹീനിയ കൊക്കിനിയ സീസണൽ ഫ്ലവർ ആയിട്ടുള്ള ഒരു ചെടിയല്ല. ഒരു വർഷത്തിൽ 3-4 തവണ പൂക്കുന്ന ഒരു ചെടി തന്നെയാണ്. അതുപോലെ തന്നെ ബൊഹീനിയ കൊക്കിനിയയുടെ പൂക്കൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നവയല്ല, മാസങ്ങളോളം നിൽക്കുന്ന തരത്തിലുള്ള പൂക്കൾ കൂടിയാണ്. ഈ ചെടികളെ തൈകളാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. ഈ ചെടിയുടെ തണ്ടുകൾ മുറിച്ചു വച്ചാൽ അല്ലെങ്കിൽ തണ്ടുകൾ കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് തൈകളാക്കി എടുക്കാൻ സാധിക്കില്ല. എയർ ലെയർ ചെയ്ത് മാത്രമേ നമുക്ക് ബൊഹീനിയ കൊക്കിനിയയുടെ ചെടികൾ അല്ലെങ്കിൽ പുതിയ തൈകൾ സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ഒത്തിരി പരീക്ഷണങ്ങൾ ചെയ്തതാണ്. കാരണം ഇതിൻ്റെ സ്റ്റെം കട്ട് ചെയ്ത് വച്ചു, നല്ല കട്ടിയുള്ള ബ്രാഞ്ചസ് മുറിച്ച് വെച്ച് നോക്കി, എന്നാൽ ഇളം തണ്ട് മുറിച്ച് വെച്ച് നോക്കി, അതുപോലെ തന്നെ വാട്ടർ പ്രൊപ്പഗേഷൻ ചെയ്യാൻ നോക്കി. അതിലൊന്നും സക്സസ് ആയില്ല. അവസാനം എയർ ലെയർ ചെയ്തതിന് ശേഷമാണ് തൈകൾ പിടിച്ച് കിട്ടാൻ തുടങ്ങിയത്. എന്തായാലും വളരെ ഭംഗിയുള്ള പൂക്കൾ തരുന്ന അതിസുന്ദരിയായിട്ടുള്ള ഒരു ക്രീപ്പർ പ്ലാന്റ് തന്നെയാണ് ബൊഹീനിയ കൊക്കിനിയ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ചെടി തന്നെയാണ്. വെറുതെ അല്ല ഇൻസ്റ്റഗ്രാമിൽ 10 ലക്ഷത്തിലധികം പേര് ഈ ചെടിയെ ഇത്രമാത്രം ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ഗാർഡനിൽ നിന്ന് കിട്ടുന്നുണ്ട് എങ്കിൽ പ്ലാന്റ്സ് വാങ്ങിച്ച് ധൈര്യമായിട്ട് നടുക. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, ഉപകാരപ്രദമാണെന്ന് കരുതുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.